ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചവരാണോ? ഇതാ ബിവറേജസിൽ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു അവസരം വരികയാണ്. അതായത് ക്ലർക്കായിട്ട്, LD ക്ലർക്കായിട്ട് ബിവറേജസിൽ നിയമനത്തിന് വേണ്ടി PSC വിളിച്ചിരിക്കുകയാണ്. വെറും 10ാം ക്ലാസ് ആണ് യോഗ്യത എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, 2 ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പരീക്ഷാ ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് പരീക്ഷ ഏത് മാസത്തിലാണ് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് നിലവിലെ നിയമന നില, കൂടാതെ കുറച്ച് വേക്കൻസികൾ കൂടി പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പരിശോധിക്കാം. എത്ര പേർ കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എല്ലാം ഒന്ന് പരിശോധിക്കാം. പുതിയ വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസും നോക്കാം. ഇതിങ്ങനെയാണ്. 30/12/2025 ഗസറ്റ് ഡേറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 4/2/2026 വരെ, ഫെബ്രുവരി 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 619/2025 ആണ്. 619/2025 എവിടത്തേക്കാണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, നമ്മുടെ വെബ്കോയിലേക്കാണ്. വെബ്കോയിലേക്ക് എന്തായിട്ടാണ്? LDC, ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ടാണ്. സാലറി നിങ്ങൾ നോക്കണ്ട, ഇതൊന്നുമല്ല സാലറി സ്കെയിൽ. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ 36 വയസ്സ് കഴിയാത്ത ഏതൊരാൾക്കും ഉപേക്ഷിക്കാം. അതായത് 2/1/1989 1/1/2007 ഈ 2 ഡേറ്റ് ഉൾപ്പെടെ എന്താണ് ജനിച്ച ആളുകൾക്ക് ഇവിടെ അപേക്ഷ കൊടുക്കാം. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും SC/ST-കൾക്കും എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടെ ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക. 18, 36 OBC SC/ST-ക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, 3 വർഷവും 5 വർഷവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 4/2/2026 ബുധനാഴ്ച രാത്രി 12 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കേരള ബിവറേജസിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രകാരം അപേക്ഷ നിങ്ങൾ കൊടുത്തു തുടങ്ങുക. ഫെബ്രുവരി 4-ാം തീയതി വരെ അവസരമുണ്ട്, വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് പരീക്ഷാ തീയതിയിലേക്ക് കടക്കാം. 619/2025 620/2025 2 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതായത് 619/2025 എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും 620/2025 ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ആണ്. നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പൊ കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. ഇതിന്റെ പ്രിലിംസ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. പ്രിലിംസിന്റെ ഡേറ്റ് എപ്പോഴാണ്? ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് പ്രിലിംസ് നടക്കുക. മെയിൻസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ മെയിൻസും നടക്കും. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ മെയിൻസ് പരീക്ഷയും ഉണ്ടാവും. അപ്പൊ 2 ഘട്ട പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. 2 ഘട്ടമുണ്ട്, 2 ഘട്ടം, പ്രിലിംസും മെയിൻസും. പ്രിലിംസ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലും മെയിൻസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലുമായിട്ടാണ് നടക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ പരീക്ഷയുടെ നോക്കാം. അതായത് കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, 1, 2, 3, 4, 5, 6 ഘട്ടമായിട്ടാണ് കഴിഞ്ഞ തവണ പ്രിലിംസ് പരീക്ഷ നടന്നത്. കഴിഞ്ഞ തവണ പ്രിലിംസ് പരീക്ഷ 6 ഘട്ടമായിട്ടാണ് നടന്നതെന്ന് നിങ്ങൾ ഓർക്കുക. 6 ഘട്ടമായിട്ടാണ്. അന്നത്തെ കട്ട് ഓഫ് 80.33% ആയിരുന്നു. 80.33 ആയിരുന്നു അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് നോക്കുക. അത് കഴിഞ്ഞ് മെയിൻസ് നടന്നു. എപ്പോഴാണ് മെയിൻസ് നടന്നത്? 6/5/2023 മെയിൻ പരീക്ഷ നടക്കുന്നത്. 6/5/2023 അന്ന് ആകെ 3201 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. 3201 പേരുടെ ലിസ്റ്റാണ്. 76.67 ആയിരുന്നു കട്ട് ഓഫ്. 76.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് ഓർക്കുക. ഓക്കെ, അന്നത്തെ പരീക്ഷ 6/5/2023 OMR പരീക്ഷ നടന്നത്. മെയിൻ ലിസ്റ്റിൽ 1623 പേരെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ 1532 പേരെയും ഉൾപ്പെടുത്തി. മെയിൻ ലിസ്റ്റിൽ 1623 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 1532 പേരും. ഡിഫറൻറ്റ്ലി ഏബിൾഡ് 46 പേര്. ഡിഫറൻറ്റ്ലി 46. അങ്ങനെയാണ് 3201 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്. 3201. കട്ട് ഓഫ് 76.67 ആണ്. 76.67. ഇനി നമുക്ക് നിലവിലെ എന്താണ് നിയമന നില പരിശോധിക്കാം. 6/2/2024 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 6/2/2024. അത് പ്രകാരം 6/2/2027 വരെ നമുക്ക് പേന ഒന്ന് മാറ്റാം. ഒരു സെക്കൻഡ്, പേന ഒന്ന് മാറ്റിയേക്കാം. അതായത് ഇത് പ്രകാരം 6/2/2027 വരെ എന്താണ് 7 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 5/2/2027 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്.
5/2/2027 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കാലാവധി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് 10/9/2025 10/9/2025 ഏറ്റവും ലാസ്റ്റത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ആകെ 249 നിയമന ശുപാർശയാണ്, അല്ലെങ്കിൽ ടോട്ടൽ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് 249. ഈ OC-യിൽ നിന്ന് 179ാമത്തെ റാങ്ക്, EWS 155ാമത്തെ റാങ്ക്, ഈഴവ 180, SC സപ്ലിയിൽ 7ാമത്തെ റാങ്ക്, ST സപ്ലിയിൽ 30ാമത്തെ റാങ്ക്, മുസ്ലിം 586, LCI 910ാമത്തത്, OBC 209 റാങ്ക്, വിശ്വകർമ്മ 309, ഹിന്ദു നാടാർ 184, SSC CC 7 സപ്ലിയിൽ 7, ധീവര 266ാമത്, LV സപ്ലി 13, HI സപ്ലി 13. ഇങ്ങനെയാണ് ഇതുവരെ പോയിരിക്കുന്ന നിയമന ശുപാർശകൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കുക, ഒരു ഓപ്പൺ കാറ്റഗറിക്കാരനാണ് ഇവിടെ എന്താണ് ഫ്രഷ് വേക്കൻസി, ഒരു ഫ്രഷ് വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാക്കി 248 എന്താണ് NJD ആണ്, നോൺ ജോയിനിങ് ഡ്യൂട്ടിയാണ്, NJD വേക്കൻസി ആണ്. ബാക്കി 248 ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് തന്നെയാണ് കിട്ടുക. പക്ഷേ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു SC NJD വന്നാൽ അത് അടുത്ത ഒരു SC കാരന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഒരു OBC NJD വന്നാൽ അത് അടുത്ത OBC കാരന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഒരു എന്താണ് ST അല്ലെങ്കിൽ മുസ്ലിം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു NJD വന്നാൽ അത് ആ വിഭാഗങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓപ്പൺ കാറ്റഗറിയിലാണ് ഒരു NJD വരുന്നെങ്കിൽ അത് ഓപ്പൺകാരനും അതുപോലെ തന്നെ മറ്റ് സംവരണത്തിൽ ആർക്കാണോ ടേൺ അനുസരിച്ചായിരിക്കും അത് പോവുക. അത് ഓപ്പൺകാരനെ മാത്രമല്ല, അത് ടേൺ അനുസരിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ഓപ്പൺകാരന് കിട്ടും. ആ ലെവലിലാണ് ഇത് പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. അതാണ് NJD-യുടെ കാര്യം. അങ്ങനെ ആകെ 249 എന്താണ് നിയമന ശുപാർശയാണ് നടന്നത്. 248 എന്താണ് NJD ആണ് എന്ന് മനസ്സിലാക്കുക. ആ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതായത് ഈ ഒരു ഓർഡർ അനുസരിച്ചായിരിക്കില്ല പോവുക. ഓക്കെ, അതാണ് അതിന്റെ പ്രശ്നം. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ പുതിയ ഒരു 15 വേക്കൻസി കൂടി ഇവിടെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 ഫ്രഷ് ആണ്. 2 ഫ്രഷ് വേക്കൻസികൾ വെബ്കോല് 28/11/2025 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്താണ് 1/2/2026, അതുപോലെ 1/5/2026 വരെ 2 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു 11 NJD കൂടെ റിപ്പോർട്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. 11 NJD കൂടെ എന്താണ് ഇവിടെ റിപ്പോർട്ട് ആയിട്ട്, അങ്ങനെ ആകെ 15 വേക്കൻസികൾ കൂടി പുതുതായിട്ട് വരുന്നുണ്ട്. 15 വേക്കൻസികൾ കൂടി ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ 249 കൂടെ 15 കൂട്ടുക എത്രയാണ്? 264 എത്തും. 264 വേക്കൻസി ആയിട്ട് ഇപ്പം മാറും. 264 എത്തുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് കൃത്യമായി തയ്യാറെടുക്കാം. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ബീവറേജസിന്റെ ബെപ്കോ LDC ഉണ്ട്, VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒറ്റഘട്ട പരീക്ഷയായി നടക്കുന്നു. ഇനി വരാൻ വേണ്ടി പോകുന്ന വേരിയസ് LDC ഈ പരീക്ഷക്കെല്ലാം കൂടി നിങ്ങൾക്ക് ഒരൊറ്റ സിലബസ് ആയിരിക്കും. അതായത് ഒരു സിലബസിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോകാം. നിങ്ങൾക്ക് എന്താണ്, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ 3 പരീക്ഷകളും ഇവിടെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിന്റെ സിലബസ് എന്ത് ചെയ്യുക, വ്യക്തമായി എടുത്ത് പരിശോധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ച് മുന്നോട്ട് പോവുക. കൂടെ SCRT കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഭദ്രമാണ് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ സേഫ് ആണ്. സജിയേട്ടാ ഇവിടെ സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഒരു എന്താണ് ഈ വർഷം തന്നെ 2026 തന്നെ മെയിൻ പരീക്ഷ ഉൾപ്പെടെയുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പാണ്, കൃത്യമായ മുന്നൊരുക്കം നടത്തിയാൽ നമുക്ക് പരീക്ഷയിൽ കൃത്യമായ രീതിയിൽ വിജയിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബിവറേജസിൽ ക്ലർക്ക് ആകാം. ബോണസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ലക്ഷം പിന്നാലെ എന്നാണ് ബോണസ്. അപ്പൊ ബോണസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ജോലിക്ക് കയറാം. ഓക്കെ, അപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക, പഠിച്ചു തുടങ്ങുക. നമുക്കൊരു ബാച്ച് ഉണ്ട്, അതായത് 7306662334 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ബിവറേജസ് LDCയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതായത് ജനുവരി പകുതിയോടുകൂടി നമ്മൾ പുതിയൊരു ബാച്ച്, ന്യൂ ബാച്ച് ബിവറേജസ് LDCക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. VFAക്കും ബിവറേജസ് LDCക്കും അടുത്ത LDC 2027 കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിലുള്ള ബജറ്റ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഇതിലേക്ക് ജോയിൻ ചെയ്ത് എന്താണ് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും.
ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഫ്രീ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് പേര്. ജോയിൻ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.